എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോവിന്ദന്റെ കയ്യിലിരിക്കുന്ന മോതിരം കാണിച്ചു കൊടുത്തിട്ട് മുത്തശ്ശി പറഞ്ഞു, അത് വെറും ഒരു മോതിരമല്ല മോളെ, അതിനൊരു പ്രത്യേകത ഉണ്ടെന്ന് പറയണം. അതിന്റെ മൂല്യം എത്രയാ നമുക്ക് അളക്കാനൊന്നും പറ്റില്ലെന്ന് പറയാ. ഇത് കേട്ടത് ഉണ്ണിമോള് ചോദിച്ചു, അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കാം. ആ മോതിരത്തിന് കഥയുണ്ട്. എന്റെ ഭർത്താവും അദ്ദേഹത്തിന്റെ അച്ഛനും കൂടി അഗ്നിഹോർത്തം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് വലിയൊരു മഴ പെയ്തു. അങ്ങനെ ആ മഴ വീണ സമയത്ത് അവർ രണ്ടുപേരും കൂടെ ഒരു പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു ക്ഷേത്രത്തിൽ കയറി നിന്നു. അങ്ങനെ കയറി നിന്ന സമയത്ത് അവർക്ക് മനസ്സിലായി അവിടെ നരസിംഹമൂർത്തിയുടെ സാന്നിധ്യമുണ്ടെന്ന്. പിന്നീട് ആ കയ്യിൽ കിടക്കുന്ന ആ മോതിരത്തിലേക്ക് നരസിംഹമൂർത്തിനെ ആവാഹിച്ചുകൊണ്ട് വന്നു ഇവിടെ കൊണ്ടുവന്ന് വെച്ചെന്ന് പറയാ. ഒരു പക്ഷേങ്കില് ഇനി എന്റെ കാലശേഷം ആമത്തേനും ദേ അദ്ദേഹത്തിന്റെ അനിയന്മാര് വന്ന ഇതെല്ലാം പൊട്ടിപ്പൊളിച്ച് കളയും. അങ്ങനെ വന്ന ഇതെല്ലാം നശിച്ചു പോവുകയും ചെയ്യും. ഒരിക്കലും ആ കശ്മലമാരുടെ കയ്യിൽ ഈ മോതിരം എത്തിപ്പെടാനായിട്ട് പാടില്ല. അത് മോൾക്ക് തരുവാണെങ്കിൽ മോളുടെ കയ്യിൽ അത് സേഫ് ആയിരിക്കും എന്ന് എനിക്ക് എന്റെ മനസ്സ് പറയുന്നു. നരസിംഹമൂർത്തിയുടെ അനുഗ്രഹവും മോൾക്കുണ്ടാവും. അതുകൊണ്ട് ആ മോതിരം സൂക്ഷിക്കാനായിട്ട് ഏറ്റവും ഉചിതയായ ആള് മോളാന്ന് എന്റെ മനസ്സ് പറയുന്നു. മോളിത് സൂക്ഷിച്ചു വെക്കണം എന്നൊക്കെ പറയാണ്. ഇതും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഗോവിന്ദനോട് പറഞ്ഞു, ആ മോതിരം അങ്ങോട്ട് കൊടുത്തേക്കാൻ പറയാ. അങ്ങനെ ഗോവിന്ദൻ എന്ത് ചെയ്യുവാണ്, ആ മോതിരം ഉണ്ണിമോളുടെ കയ്യിലേക്ക് കൊടുത്തു. ഉണ്ണിമോൾ ആ മോതിരം പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഗോവിന്ദന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൂക്കൾ താഴേക്ക് പോവാണ്. ഉണ്ണിമോൾ ആ പൂക്കളെല്ലാം എടുക്കുവാണ്. അപ്പൊ ഗോവിന്ദന്റെ കാൽ കീഴ് തൊട്ടാണ് ആ പൂക്കളെല്ലാം എടുക്കണത്. അത് നരസിംഹമൂർത്തിയുടെ കാൽ കീഴ് തൊട്ട പോലെയാണ്. കാരണം നരസിംഹമൂർത്തി ആളാ നിൽക്കുന്നേ, ഉണ്ണിമോൾക്കാന്നും അറിയത്തില്ല. അങ്ങനെ മോതിരം വാങ്ങിക്കൊണ്ട് ഉണ്ണിമോൾ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേനും ഗിരിദേവനും വാവ അവിടെ നിൽക്കുന്നുണ്ട്. ഗിരിദേവനും വാവയോടുമായിട്ട് ഉണ്ണിമോള് പറഞ്ഞു, അതെ എനിക്ക് വലിയ വെടുപ്പുള്ളൊരു മോതിരം കിട്ടിയെന്ന് പറയാണ്. ആഹാ, അത് കൊള്ളാലോ, ആരാ തന്നേന്ന് ചോദിക്കാം. അവിടുത്തെ മുത്തശ്ശി എനിക്ക് തന്നേന്ന് പറയണം. എങ്കിലും ഉണ്ണിമോളെ ഈ മോതിരം സൂക്ഷിച്ചു വെക്കണം, കളയരുതെന്ന് പറയാണ്. അതെന്താ ഗിരിദേവ അങ്ങനെ പറഞ്ഞേ? അതെ, കാരണം ഇവിടെ എന്തൊക്കെയോ ഒരു പ്രത്യേകത ഉള്ള വീടാണ്. നരസിംഹമൂർത്തിയുടെ സാന്നിധ്യമുള്ള വീടാന്നല്ലേ പറയണേ. നരസിംഹമൂർത്തിയുടെ അനുഗ്രഹമുള്ള വീടാ. അവിടുന്ന് എന്തൊരു വസ്തു കിട്ടിയാലും ഒരു കാരണവശാലും കളയാൻ പാടില്ല. ഗിരിദേവൻ പറഞ്ഞു, ഉണ്ണിമോൾ ആ മോതിരവെല്ലിലേക്ക് അണിഞ്ഞോളാൻ പറയണം. അതെന്താ അങ്ങനെ പറയണേ? ഞാൻ എന്തിനാ അത് ഇടുന്നേന്ന് ചോദിക്കുക. അത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ണിമോൾക്ക് ആപത്ത് സംഭവിക്കില്ലെന്ന് പറയണ. വാവ പറഞ്ഞു, ഉണ്ണിമോളുടെ ജീവൻ എത്ര വില കൊടുക്കണം ആ മോതിരത്തിന്. കാരണം അത്രയ്ക്ക് കാത്തു സൂക്ഷിക്കണം. ആ മോതിരം ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലെന്ന് പറയണം. ഇത് കേട്ടത് ഉണ്ണിമോള് ആ മോതിരം വിരലിലേക്ക് അണിയോ. ഇവര് പറഞ്ഞതിന്റെ അർത്ഥങ്ങളും കാര്യങ്ങളും ഒന്നും മനസ്സിലായില്ലെങ്കിലും ഉണ്ണിമോൾ അത് വിരലണിഞ്ഞു. പിന്നീട് വാ പോകാന്ന് പറയണം. ഇത് കേട്ടപ്പോ ഗിരിദേവനും ഭാവയും പറഞ്ഞു, ഉണ്ണിമോള് നടന്നോളൂ, ഞങ്ങള് വന്നേക്കാന്ന് പറയണം. പിന്നീട് ഉണ്ണിമോൾ അങ്ങോട്ടേക്ക് പോവാ. ആ സമയം വിനോദിന്റെ കൂടെയുള്ള രണ്ട് കൂട്ടാളികളും കൂടെ ശബരിമലയ്ക്ക് പോവാണ്. അപ്പൊ ആ കൂടെയുള്ള അവന്മാരുടെ ദേഹം എല്ലാം പൊട്ടി ഒഴുകാനായിട്ട് തുടങ്ങി. അവന്മാർക്ക് ഒട്ടും നടക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഒരു ഗുണ്ട പറഞ്ഞു, എനിക്ക് വയ്യനി നടക്കാനായിട്ട്, ഒരടി നടക്കാൻ പറ്റുന്നില്ല, ഞാൻ ഇവിടെ എവിടെയെങ്കിലും വീണുപോകും, നമുക്ക് ഇവിടെ ഇരിക്കാന്ന് പറയാണ്. അങ്ങനെ അവർ റോഡ് സൈഡിൽ കണ്ട ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. അപ്പൊ അയ്യപ്പന്മാർക്ക് വിശ്രമിക്കാനുള്ളൊരു സ്ഥലം വരുന്നത്. അവിടെ കയറിയിരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിനോദ് ചോദിച്ചു, അല്ല നിങ്ങളുടെ ദേഹം എന്താ ഇതിങ്ങനെ പൊട്ടി വീഴാൻ കാരണം എന്താ? ഇതൊരു അസുഖമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ മുമ്പ് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, എന്തോ ശാപം കിട്ടിയതാന്ന്. സത്യം പറ, എന്താ കാര്യം എന്താന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അതിലൊരാൾ പറഞ്ഞു, ഇത് ഞങ്ങളൊരു കുട്ടി പറഞ്ഞ, ഒരു കുട്ടിയാന്ന് പറയാൻ പറ്റില്ല, ഗിരിദേവൻ എന്ന അവന്റെ പേര്, അവൻ പറഞ്ഞ ഞങ്ങളോട് ഈ കാര്യം. ഇത് ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് പോണെങ്കിൽ പമ്പയിൽ മുങ്ങിക്കുളിച്ച് കയറിയാൽ മാത്രമേ പോവുള്ളൂ എന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്താ? അങ്ങനെ പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ. അല്ല, അത് പിന്നെ നിങ്ങൾ അത്ര വലിയ പാവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കാം. ഒരുപാട് പാവങ്ങൾ ചെയ്തിട്ടുണ്ട്, അവസാനം അതിന് കിട്ടിയ ശിക്ഷയാന്ന് പറയണം. ഇത് കേട്ടതും വിനോദ് പറഞ്ഞു, ഉണ്ണിമോളല്ല, വിനോദ് പറഞ്ഞു, ഗിരിദേവൻ അങ്ങനെ പറയണമെങ്കിൽ അങ്ങനെ എന്തേലും വലിയ പാവം നിങ്ങൾ ചെയ്തു കാണുമെന്ന് പറയാം. അത് പിന്നേന്ന് പറയാം, കാര്യം എന്താന്ന് പറ. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കില് ദേ നിങ്ങൾ ഞങ്ങളെ ഇവിടുന്ന് ശബരിമലയ്ക്ക് കൊണ്ടുപോകത്തില്ലെന്ന് പറയണ അയ്യപ്പൻ. അതെന്താ? ആ സ്വാമി ഞങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോകത്തില്ല, കാര്യം എന്താന്ന് പറ. അതെന്ന് പറഞ്ഞാല് എന്നാ ഒരു നിമിഷം ആലോചിച്ച് പറയണോ? നിങ്ങളുടെ മോളെയാണ് ഞങ്ങൾ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞാൽ ഇയാൾ ഞങ്ങളെ ഉപേക്ഷിച്ചു പോകുന്ന ഉറപ്പാ. പക്ഷെ പറയാതിരിക്കാൻ പറ്റിയില്ല. അവസാനം അയാൾ പറഞ്ഞു, അതെ ഒരു കുട്ടീനെ ഞങ്ങൾ കൊണ്ടുപോയി മയക്കി കിടത്തി, അല്ല ഒരു കുട്ടീനെ ഞങ്ങൾക്ക് മയക്കി കിടത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. അവസാനം ആ കുട്ടീനെ ഞങ്ങൾ കൊല്ലാനായിട്ട് കൊണ്ടുപോയ സമയത്താണ് ഗിരിദേവന് ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. പിന്നീടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അവിടെ നടന്ന കാര്യങ്ങൾ മൊത്തം പറയുവാണ്. മോഹിനി രൂപത്തിലെ മഹാവിഷ്ണു വന്നേ, അത് മഹാവിഷ്ണു ഒന്നും അവർക്കറിയത്തില്ല. പിന്നീട് ആ സ്ത്രീ വന്ന് ഇവരോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം വിനോദ് ഇങ്ങനെ ആലോചിച്ചു. പിന്നീട് വിനോദിനെ ചോദിച്ചു, ആ കുട്ടി ആരാന്ന് അറിയാവോന്ന് ചോദിക്കാം നിങ്ങക്ക്.
അത് നിങ്ങളുടെ മോളാന്ന് പറയണം. ഇത് കേട്ടോ വിനോദ് പെട്ടെന്ന് ചാടി അങ്ങോട്ട് എഴുന്നേക്കുവാണ്. ഓഹോ, അപ്പൊ എന്റെ മോളെ കൊണ്ട് കൊല്ലാനാ നിങ്ങൾ ശ്രമിച്ച? വെറുതെ അല്ല ഗിരിദേവൻ നിങ്ങൾക്ക് ശിക്ഷ തന്നെ, ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതെന്ന് ചോദിക്കുക. ഇത് കേട്ടുകഴിഞ്ഞപ്പോ അവര് പറഞ്ഞു, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് അറിവില്ലായ്മ കൊണ്ട് ഞങ്ങൾ ചെയ്തു പോയതാ. അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയ പോലും ഒരു പിഞ്ച് ബാലികയെ കൊല്ലാൻ വേണ്ടി കൊണ്ടായ ക്രൂരനാ നിങ്ങളോട് ഒരിക്കലും ഞാൻ പൊറുക്കില്ല എന്ന് പറയണം എന്നും പറഞ്ഞ് വിനോദം കിട്ടും താങ്ങിക്കൊണ്ട് പോവാ. ഇവിടെ കിടന്ന് നരകിച്ച് ചാക് എന്നും പറഞ്ഞ് പോവാ. അയ്യോ, അങ്ങനെ പറഞ്ഞിട്ട് പോവല്ലേ സ്വാമി, അവിടെ നിൽക്കാൻ പറയണം. ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞ് വിനോദ് അങ്ങ് നടക്കുക. അപ്പോഴാണ് വിനോദിന്റെ ഫോണിലേക്ക് അനസൂയയുടെ കോള് വരുന്നത്. വിനോദ് കൊള്ളെടുക്കുക. എന്താ അനസൂയ, എന്താ വിളിച്ചെന്ന് ചോദിക്കാം. അതെ, മലയ്ക്ക് പോയാൽ പിന്നെ വിളിക്കില്ലെന്നാ പറയണേ. പക്ഷെ വിളിക്കാതിരിക്കാൻ പറ്റുന്നില്ല. എന്റെ മനസ്സിൽ എന്തൊക്കെയോ അസ്വസ്ഥത, എന്താന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ എന്റെ വയറ്റിലേക്ക് ഈ കുഞ്ഞിനെ തന്നെ ഉണ്ണിമോൾക്ക് പകരമാണോ ദൈവങ്ങൾ തന്നേന്നൊരു ചിന്ത മനസ്സിലുണ്ടാവുന്നുണ്ട്. അതൊക്കെ ഓർക്കും എനിക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റില്ല. ഞാൻ അത്ര ദുഷ്ടായ ഒരു അമ്മയൊന്നും അല്ല. എനിക്ക് ഉണ്ണിമോളെ വേണം. ഉണ്ണിമോളില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല വിനോദേട്ടാ. അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഓർത്തിട്ട് ഓരോ നിമിഷവും ഞാൻ ഉരുകി ഇരിക്കുക. ഞാൻ അവളുടെ പെറ്റമ്മ അല്ലായിരിക്കും, പക്ഷെ എനിക്ക് അവൾ സ്വന്തം മോള് തന്നെയാ. ഇനി എത്ര മക്കളുണ്ടായാലും എനിക്ക് അവളോളം വലുതല്ല ഒന്നൊന്നും പറയാണ്. ഇത് കേട്ടപ്പോ വിനോദ് പറഞ്ഞു, നീ ഇങ്ങനെ വിഷമിക്കല്ലേ. ഇല്ല വിനോദേട്ടാ, എന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വിനോദേട്ടനെ വിളിച്ചത്. അല്ല, കൂടെയുള്ള അവരെന്ത് ചെയ്യുന്നു ചോദിക്കുക. അവരെ ഞാൻ കൂട്ടില്ല, അവരവിടെ ഉണ്ടെന്ന് പറയാം. അതെന്താ വിനോദേട്ടാ? ഒന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉണ്ണിമോളുടെ കാര്യം പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അനസൂയ പറഞ്ഞു, അയ്യോ വിനോദേട്ടാ, അങ്ങനെ ചെയ്യരുത്. അവരെ പോയി കൂട്ടിക്കൊണ്ട് പോണെന്ന് പറയാം. അതെന്താ? അവരെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോവല്ലേ. ഇപ്പൊ വിനോദേട്ടനും മാലയിട്ടേക്കുമല്ലേ. വിനോദേട്ടൻ ഒരു അയ്യപ്പനല്ലേ. അപ്പൊ അയ്യപ്പൻ എല്ലാവരോടും ക്ഷമിക്കുന്ന ആളല്ലേ. അപ്പൊ വിനോദേട്ടന് ക്ഷമിക്കാൻ പറ്റും അവരോട്. വിനോദേട്ടൻ അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകും. അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയുടെ നടയിൽ ചെന്ന് കഴിയുമ്പോ വിനോദേട്ടന്റെ പ്രാർത്ഥന അയ്യപ്പസ്വാമി കേൾക്കുമെന്ന് ചോദിക്കുക. അവസാനം വിനോദ് ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ അവരുടെ അടുത്തേക്ക് ചെല്ലുവാണ്. പിന്നീട് പറഞ്ഞു, നിങ്ങളോട് എനിക്ക് ക്ഷമിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഞാൻ മലയ്ക്ക് പോകാൻ മാലയിട്ടേക്കുന്ന ഒരു സ്വാമിയാണ്. പക്ഷെ ഇനിയെങ്കിലും നിങ്ങൾ ഇതുപോലത്തെ പാവങ്ങളൊന്നും ചെയ്യരുത് വാന്നും പറഞ്ഞ് അവരെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോവാണ്. ഈ സമയം ഉണ്ണിമോൾ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. അപ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ട് വന്നു. മുത്തശ്ശി വന്നിട്ട്, എന്താ മോളെ ആലോചിച്ചോണ്ടിരിക്കണേ? ഒന്നുമില്ല മുത്തശ്ശി എന്ന് പറയാണ്. പിന്നീട് മുത്തശ്ശിയോട് ഓരോ കാര്യങ്ങളൊക്കെ തന്നെ പറയണം. അപ്പോഴേക്കും ഇങ്ങനെ പട്ടിയൊക്കെ ഓരിയിടാൻ തുടങ്ങി. ഉണ്ണിമോട് പറഞ്ഞു, മുത്തശ്ശി പട്ടിയൊക്കെ ഓരിയിടുന്നുണ്ടല്ലോ, ഇന്നലെ ഇതുപോലെ തന്നെയായിരുന്നു, ഇന്നും ഇതുപോലെ തന്നെയാ. എന്താ മുത്തശ്ശി, എനിക്ക് വല്ലാത്ത പേടിയാവുന്നുണ്ടെന്ന് പറയാണ്. മോള് പേടിക്കൊന്നും വേണ്ടെന്ന് പറയാ. അല്ല മുത്തശ്ശി, എന്തിനാ അച്ഛന് പെട്ടെന്ന് ഇങ്ങനെ മലയ്ക്ക് പോയത്? നോയമ്പൊന്നും എടുക്കാതെ പെട്ടെന്ന് പോയതിന്റെ കാരണം എന്താ? അച്ഛൻ ഇങ്ങനെ പോകേണ്ടല്ലോ എന്ന് പറയാം. അത് പിന്നെ ഉണ്ണിമോൾക്ക് വേണ്ടിയിട്ട് നെയ്യഭിഷേകം നടത്താനൊക്കെ പോയതല്ലേ. എന്നാലും അച്ഛൻ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? നോയമ്പൊക്കെ എടുത്ത് പോയാൽ പോരായിരുന്നോ? അച്ഛൻ നാളെ വരുമോ മുത്തശ്ശിന്ന് ചോദിക്കാം. അത് പിന്നെ ഇവിടുന്ന് പോയി ഒരു ദിവസം പിടിക്കുമല്ലോ അവിടെ എത്താനായിട്ട്. അവിടെ ചെന്ന് നെയ്യഭിഷേകമൊക്കെ നടത്തി അച്ഛൻ തിരികെ വരുമെന്ന് പറയാം. എത്രയും പെട്ടെന്ന് അച്ഛൻ വന്നാൽ മതിയായിരുന്നു. എനിക്ക് അച്ഛനെ കാണാൻ കൊതിയാവുന്നുണ്ടെന്ന് പറയണം. മോളിപ്പോ ഒന്നും ആലോചിക്കണ്ട, മോള് കിടന്നുറങ്ങാൻ പറയണം. അപ്പോഴും നായ്ക്കൾ ഇങ്ങനെ ഓരിയിട്ടുകൊണ്ടിരിക്കുകയാണ്. കാലൻ അങ്ങനെ വീണ്ടും ഉണ്ണിമോളുടെ അരിയിലേക്ക് വരുവാണ്. മുത്തശ്ശിക്ക് എന്തോ വല്ലാത്തൊരു വെപ്രാളം വിഷമമൊക്കെ ആ ഒരു നായ്ക്കളുടെ ഓരിയിടിയിലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.